ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് MLS ക്ലബ്ബായ FC സിൻസിനാറ്റിക്ക് നെയ്മർ ജൂനിയറെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. അവർ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ വേൾഡ് കപ്പിന് ശേഷം മാത്രമേ നെയ്മർ ജൂനിയർ അതേക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നുകൂടി ESPN ബ്രസീൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്രസീലിയൻ മാധ്യമമായ UOL ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മറുടെ സ്റ്റാഫും അതുപോലെ തന്നെ സിൻസിനാറ്റിയുടെ പ്രതിനിധികളും തമ്മിൽ ഇതിനോടകം തന്നെ 3 തവണ മീറ്റിങ്ങുകൾ ചേർന്ന് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിൻസിനാറ്റി നെയ്മർക്ക് മുന്നിൽ അഥവാ നെയ്മറുടെ പ്രതിനിധികൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രൊജക്റ്റ് വിശദീകരിച്ചിട്ടുണ്ട്. 3 തവണ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞു, മീറ്റിങ്ങുകൾ നടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളിലായിക്കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. ഇനി മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, സിൻസിനാറ്റിയുടെ ഫ്രാഞ്ചൈസി ഓണർ തന്നെ നെയ്മർ ജൂനിയറെ നേരിട്ട് കാണാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ക്ലബിന്റെ ഉടമസ്ഥൻ ബ്രസീലിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെയ്മർ ജൂനിയറെ നേരിട്ട് കാണും. എന്നിട്ട് ക്ലബിന്റെ പ്രൊജക്റ്റ് നെയ്മർക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കും എന്നൊക്കെയാണ് ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സിൻസിനാറ്റി വളരെ സീരിയസ് ആയിക്കൊണ്ടാണ് നെയ്മർ ജൂനിയറെ പരിഗണിക്കുന്നത്. അവർ അദ്ദേഹത്തെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇതിനോടകം തന്നെ പ്രൊജക്റ്റ് ഒക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പ്രൊജക്റ്റ് ക്ലബിന്റെ ഉടമസ്ഥൻ തന്നെ നെയ്മർക്ക് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ ഇക്കാര്യത്തിൽ നെയ്മർ ജൂനിയർ തീരുമാനം എടുക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും നെയ്മർ തന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.